കരുതി വരും, സമസ്തനെ ശിക്ഷിച്ചേതാമെന്ന് കരുതി വരും. സമസ്തന്റെ വാൾപോട്ട് തോറ്റിച്ചപ്പോൾ അതിന് വലിച്ചു കയറിയവരും അവരൊക്കെ ഇതായി വെച്ചിക്കഴിഞ്ഞു പോയി. സഹോദരങ്ങളെ, നിങ്ങളെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുലമായുടെ ആഹ്വാനങ്ങളും തീരുമാനങ്ങളും ഇവിടെ ലോകം അംഗീകരിക്കുന്നു എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വഹാബികളും മൗദൂദികളും ഖാദിയാനികളും മറ്റെന്തെല്ലാം അലവനാദികളുണ്ടോ അവരെയൊക്കെ കൂടി ഒന്നായിട്ടിരുത്തി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രസംഗത്തിലൊന്നും സമസ്ത ഗണ്ണിക്കുന്ന പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് അവർക്കൊക്കെ എന്തും പറയാം എന്നായിരുന്നു ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യം. പക്ഷേ സമസ്ത അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന്റെ ഭാഷം നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ്. മറിച്ച് അള്ളാഹുവിന്റെ ഭാഷവും ശൈത്താന്റെ ഭാഷവും ഇത് രണ്ടും കൂടി മുറുകെ പിടിക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതിന് അള്ളാഹുവിന്റെ ഭാഷം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഹഖായ ദീന് അത് അടിയുറച്ചോടെ നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അവരൊക്കെ ഒറ്റക്കെട്ടാവണം. അതിനെ തകർക്കാൻ ആർക്കും സാധ്യവുമല്ല. തകർക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പോൾ തന്നെ വളരെ വേദനയോടുകൂടി ഞാൻ പറയുന്നു, സമസ്തകളുടെ ജമിയത്തുലമായുടെ സമ്മേളനത്തിലേക്ക് വേണ്ടി കുവൈത്തിൽ നിന്നും 16 പ്രതിനിധികൾ പുറപ്പെട്ടു കാറിൽ കയറി. ഉടനെ തന്നെ ഞങ്ങൾക്ക് ടെലിഫോൺ വന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞു, 16 പേരിനെ പുറപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ കാറിൽ കയറ്റി യാത്രയേറ്റിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, അവർ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടെലിഫോൺ നടന്നു. ഇവിടുത്തെ ദുഷ്ടന്മാർ അവിടുത്തെ എംബസിയിലൊക്കെ കമ്പി അടിച്ചു. അവരിവിടെ വന്നാൽ ഇവിടെ വർഗീയ കലാപമുണ്ടാകും എന്ന് കമ്പി അടിച്ചതുകൊണ്ട് ഇന്ത്യൻ എംബസി അവരുടെ വിസ തടഞ്ഞു കളഞ്ഞു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കണം. പക്ഷേ അവർ തടഞ്ഞതുകൊണ്ട് ഇവിടെ യാതൊരു കൊട്ടവും തട്ടിയില്ല. കാരണം ആലിമീങ്ങളെ, സമസ്ത കേരള ജമിയത്തുലമായുടെ ആലിമീങ്ങളെ കണ്ടിട്ടാണ് ഈ ജനങ്ങൾ വരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്? വിദേശികളായ ആളുകൾ വന്നാൽ അവർക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സ് കാണിച്ചു കൊടുക്കാം, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സ് കാണിച്ചു കൊടുക്കാം. ഇതല്ലാതെ മറ്റ് ഞങ്ങൾക്ക് യാതൊരു നേട്ടവും ലക്ഷ്യവും ഇല്ല. ഈ ലക്ഷ്യത്തിനെതിരായിരുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ അർഹമായ പ്രതിഫലം നൽകുമെന്നല്ലാതെ നമുക്ക് പറയാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വേദനയോടുകൂടി പറയുന്നു, അടുത്ത നിമിഷത്തിൽ രണ്ടാമത് വരുന്നു ബഹ്റൈനിൽ നിന്ന്. ഇവിടെ ഇന്ന് പുറപ്പെട്ട 6 വ്യക്തികൾ അങ്ങ് എയർപോർട്ടിലെത്തിയപ്പോൾ ഇന്ത്യൻ എംബസിയുടെ പ്രത്യേകമായ അറിയിപ്പനുസരിച്ച് അവരെയും തടയപ്പെട്ടു പോയിരിക്കുന്നു. കാരണം ഈ ദുഷ്ടന്മാരിൽ നിന്ന് കമ്പിയടിച്ചു ഇവിടെ വിപ്ലവത്തിന് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അവരെ കണ്ടുപിടിക്കാൻ പോകുന്നു, അവരെ അറിയാൻ പോകുന്നു. അതിന്റെ വഴികൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സംശയിക്കണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ പാഠം പഠിപ്പിക്കും, നശിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും നശിപ്പിക്കും, സംശയമില്ല, നശിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനാണ് സമസ്തകളുടെ ജമിയത്തുലമ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഞങ്ങളുടേതല്ല, അല്ലാഹുവിന്റെ ദീനാണ്. അല്ലാഹുവിന്റെ ദീനിനെ അവൻ സംരക്ഷിക്കും. ആരെന്ത് കരുത്താലും ആരെന്ത് എതിർത്താലും. സമസ്തകളുടെ ജമിയത്തുലമയിലെ പണ്ഡിതന്മാരെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഒന്നും നടക്കുകയില്ല. നോക്ക്,
മറ്റൊരുത്തൻ വളരെ പിടിപ്പോടുകൂടി പറഞ്ഞു, സമസ്തയുടെ സമ്മേളനത്തിലേക്ക് വാഹനങ്ങൾ വരുന്നതിന് ഞാൻ തടയും, റോഡ് ഞാൻ ബ്ലോക്കാക്കും, കല്ലെടുത്ത് വെക്കാൻ ഞാൻ ആളെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരെ അല്ലാഹുവതാ ഇപ്പോൾ ബ്ലോക്കാക്കിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അങ്ങനെയാണ് പടച്ചറപ്പിന്റെ കുതിരത്ത് കേട്ടോ. പടച്ചറപ്പിന്റെ കുതിരത്തതാണ്. അതുകൊണ്ട് കളിച്ചു പോകണ്ട, സുന്നത്ത് ജമാഅത്തിനോട് കളിച്ചു പോകണ്ട, സമസ്തകളുടെ ജമീയത്തുലമയോട് കളിച്ചു പോകണ്ട. നിങ്ങളെ വിടൂല. അത് വളരെ ശ്രദ്ധിക്കണം. സമസ്ത കളിക്കുട്ടിയല്ല, സുന്നത്തമായ തിരുവഴി പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായ സംഘടനയാണ്. അതിനെ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ മഹാരഥന്മാർ, ഔലിയാക്കളും സാലിഹീങ്ങളും ആരിഫീങ്ങളും കുതുബീങ്ങളും ഇന്നും സമസ്തയുടെ കൂടെ, അല്ലെങ്കിൽ സമസ്തയ്ക്ക് നേതൃത്വം നൽകുന്നവർ, ആത്മീയമായ ചൈതന്യം നൽകുന്നവർ ഔലിയാക്കളും സാലിഹീങ്ങളും കുതുബീങ്ങളും ഔലികളും. അതുകൊണ്ട് അവരുടെ മദത്, അവരുടെ ബർക്കത്ത് എന്നും സമസ്തകയിലുള്ള ജമീയത്തുലമക്കുണ്ട്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൊട്ട് കളിക്കണ്ട, തീർച്ചയായും നിങ്ങളുടെ വശീകരണത്തിന് കാരണമാണ് എന്ന് ആര് സമസ്തന്റെ വിരോധിയായാലും അവരോടൊക്കെ പറയും. സമസ്തന്റെ വിരോധിയായാലും അവരോട് കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്തകയിലുള്ള ജമീയത്തുൽ ഉലമ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ കാണുന്ന ജനലക്ഷങ്ങൾ, ജനസമുദ്രം, വാസ്തവത്തിൽ ഈ കാണുന്ന മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ